Welcome, Renu Sudhi. ഇത്തിരി ഒറ്റപ്പെടലുകളിൽ നിന്നാണ് ഇത്രയും വലിയൊരു ഫ്ലോറിൽ ഇപ്പോൾ രേണു ചേച്ചി വന്ന് നിൽക്കുന്നത്. എനിക്ക് വളരെ സങ്കടമാണ്. എല്ലാവരും രേണുവിനെ തള്ളിപ്പറഞ്ഞു. രേണു ബിഗ് ബോസിൽ വരികയായിരുന്നു മാത്രം എല്ലാവരും പറഞ്ഞു. ഇവിടെയുള്ള എല്ലാവരും ഈ ബ്ലോഗർമാരും എല്ലാം പറഞ്ഞു രേണു ബിഗ് ബോസിൽ വരികയായിരുന്നു. എങ്കിലും ദൈവം അവളെ അവിടെ കൊണ്ടുവന്നു. രേണുവിനെ ചുറ്റും നിന്ന് മറ്റുള്ളവരെല്ലാം ഒരു എന്താ പറയുന്നത് വലിച്ചു കീറുന്ന ഒരവസ്ഥ ഈ ചൂളയിലൂടെ അല്ലേ വെന്ത് കത്തിക്കൊണ്ട് തിരിക്കുന്നത്. ഈ ചൂളയുടെ നടുവിലാണ് രേണു ഇന്ന് ബിഗ് ബോസിലെത്തിയിരിക്കുന്നത്. ലാലേട്ടൻ രേണു സുധി എന്ന് വിളിച്ചപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. ബ്ലോഗേഴ്സ് കുറേ പേരിങ്ങനെ രേഷ്മ പി തങ്കച്ചൻ എന്നാണ് അവളുടെ ഒഫീഷ്യൽ നെയിം. അത് അറിഞ്ഞതിൽ പിന്നെ അവർ രേണു സുധി എന്ന് വിളിച്ചിട്ടില്ല. അവർ രേഷ്മ പി തങ്കച്ചൻ എന്ന് പറഞ്ഞാൽ സുധിച്ചേട്ടൻ്റെ പേര് ഇവളുടെ രേണുവിൻ്റെ പേരിൻ്റെ കൂടെ ചേർക്കാനുള്ള യോഗ്യത ഇല്ല എന്നുള്ള രീതിയിൽ അത് വരുത്തി തീർത്തുകൊണ്ടാണ് അവരെല്ലാത്തിലും രേഷ്മ പി തങ്കച്ചൻ എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരവസരത്തിൽ ലാലേട്ടൻ തന്നെ അവളെ രേണു സുധി എന്ന് വിളിച്ചപ്പം ഒരുപാട് സന്തോഷം തോന്നി. സപ്പോർട്ട് ചെയ്യേണ്ടോടത്തു നിന്നും കരുതൽ ലഭിക്കേണ്ടോടത്തു നിന്നും നിയമസംരക്ഷണം ലഭിക്കേണ്ട എല്ലായിടത്തു നിന്നും അവൾക്ക് അവഗണനകൾ നെഗറ്റീവ് മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. അതിൽ നിന്നൊക്കെ അവൾക്ക് ആരുടെയും സപ്പോർട്ടില്ലാതെ ഇത്രയൊക്കെ എത്തിപ്പെടാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതും അവൾ സർവൈവ് ചെയ്യും. അവൾ ഒറ്റയ്ക്ക് തന്നെ നേടിയതാണ് ഇത്. ഈ കാര്യം ഇത്ര വരെ അവൾ എത്തിയതുള്ളൂ. അവൾ ഒറ്റയ്ക്ക് തന്നെ നേടിയതാണ്. ആരും ഒരുത്തനും സപ്പോർട്ട്, എല്ലാവരും നെഗറ്റീവ് തന്നെയായിരുന്നു. പക്ഷെ അവൾ നേടി. ഇത് ഭയങ്കര സന്തോഷമുണ്ട് എല്ലാ കാര്യത്തിലും. രേണുമ്മ പോയിട്ട് എന്തൊക്കെ ചെയ്യുന്ന കൊച്ചിന് തോന്നണത്? ബിഗ് ബോസിൽ അമ്മ വിൻ ചെയ്യണ്ടേ? ഫസ്റ്റ് ആകണ്ടേന്ന്